സൂപ്പർ നായികമാരും ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിപ്പേരുള്ളവരെയും ഒന്നും ഇപ്പോൾ അരങ്ങത്തേക്ക് കാണാനില്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് നട്ടല് നിവർത്തി രണ്ട് വാക്ക് പറയുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന കോലാഹലങ്ങളെക്കുറിച്ചോ ഒന്നും ഇവരാരും പ്രതികരിക്കുന്നില്ല. സിനിമയിൽ ഇനിയും പിടിച്ചു നിൽക്കണമല്ലോ, അതുകൊണ്ട് തന്നെ പലരും പലതും അങ്ങ് വിഴുങ്ങുകയാണ്. എന്നാൽ അക്കൂട്ടത്തിൽ നടി ഉർവശിക്ക് ഒരു കയ്യടി കൊടുക്കണം. ഉർവശി രംഗത്തേക്ക് വന്ന് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നല്ലോ. വളരെ മികച്ച രീതിയിലാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളിലെല്ലാം തന്നെ നടി ഉർവശി തന്റെ പ്രതികരണം പങ്കുവച്ചിട്ടുണ്ട്. അതായത് തന്റെ നിലപാട് എന്താണോ അത് അവർ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. നമുക്കറിയാം, ഈ നടിമാരെയും നടന്മാരെയും ഒക്കെ പലപ്പോഴും അനുകരിക്കുന്നവരാണ് സമൂഹത്തിലുള്ള പലരും. അതായത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അവരെ പല രീതിയിൽ അനുകരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നിലപാടുകളും അവരുടെ തുറന്നു പറച്ചിലുകളും എല്ലാം ഏറെ സ്വീകാര്യത നേടാറുമുണ്ട്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരിക്കാതെ പലരും വായിൽ പഴം തിരികിയിരിക്കുകയാണ്. ഇതിൽ പ്രതികരിച്ച് രംഗത്ത് വരുന്ന വളരെ കുറച്ച് നടിമാർ മാത്രമേ ഉള്ളൂ. അവർക്കൊരു കയ്യടി കൊടുക്കണം. കാരണം ഇപ്പോൾ ശ്വേതാ മേനോനും അൻസിബ ഹസനും ഉർവശിയും മുൻപ് പാർവതിയും ഒക്കെ തന്നെ തങ്ങളുടെ നിലപാട്, അതായത് എടുത്തു പറയുകയാണ്, നിലപാട് അവർ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ള നടിമാരെ മഷിയിട്ട് നോക്കിയിട്ട് പുറത്തോട്ട് കാണാനില്ല. ചിലരൊക്കെയാണ് മാധ്യമങ്ങളെ കണ്ടാലേ പേടിച്ചോടുകയാണ്. അക്കൂട്ടത്തിൽ കയ്യടി കൊടുക്കേണ്ടത് ഈ നടിമാർക്കാണ്, സധൈര്യം അവരുടെ നിലപാടുകൾ പറയുന്നതിന്. സ്ത്രീകളുടെ ആരോപണങ്ങളിൽ അമ്മ സംഘടന വളരെ ശക്തമായി ഇടപെടേണ്ടതുണ്ടെന്നും പഠിച്ചിട്ട് പ്രതികരിക്കാം എന്ന് പറയുന്നതിന് പകരം വളരെ ശക്തമായി ഒന്നിച്ച് നിലകൊള്ളണമെന്നും ഉർവശി ചെന്നൈയിൽ വെച്ച് പ്രതികരിച്ചിരിക്കുന്നത്. രഞ്ജിത്ത് ഒരു മികച്ച സംവിധായകനാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യഥാർത്ഥ ആരോപണമാണോ എന്ന് തിരിച്ചറിയാതെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നും രഞ്ജിത്തിന്റെ വിഷയത്തിൽ ഉർവശി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ത്രീകൾ പറയുന്ന ആരോപണങ്ങൾ സിനിമയിലെ പുരുഷന്മാർക്കെതിരെയാണെന്ന് ഓർക്കണമെന്ന് ഉർവശി പറഞ്ഞു. സിനിമയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലുമുള്ള പുരുഷന്മാർക്കാണ് ഇത് അപമാനമായി വരുന്നത്. സിനിമ മാത്രമാണ് ഉപജീവനം എന്ന് തന്നെ പോലെ കരുതുന്ന എത്രയോ പേരുണ്ട് ഇവിടെ. ഇതുപോലുള്ള പുരുഷന്മാർക്കിടയിലാണ് ഇത്രയും കാലം ജോലി ചെയ്തത് എന്ന് ധരിക്കുന്നത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. ഇങ്ങനെ മാത്രം സംഭവിക്കുന്ന ഒരു മേഖലയല്ല സിനിമ. ഇവിടെ അന്തസ്സോടെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കൈകോർത്ത് നിന്നുകൊണ്ട് കൂട്ടായി പരിശ്രമിക്കുമ്പോഴാണ് നല്ല സിനിമകൾ ഉണ്ടാകുന്നതെന്നും ഉർവശി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലും എന്ന പോലെ സിനിമയിലും മോശം പ്രവണതകളുണ്ട്. അതിനെതിരെ വ്യക്തമായ ഒരു വ്യവസ്ഥ സർക്കാർ തലത്തിലുണ്ടാകണം. അമ്മ സംഘടന വേണം അതിന് മുൻകൈ എടുക്കാൻ. മുൻപ് ഒരു പേഴ്സണൽ സ്റ്റാഫിനെ വെക്കാൻ താരപദവി ഉള്ളതുകൊണ്ട് എനിക്ക് അനുമതി കിട്ടി. പുതുതായി വരുന്ന എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ എൻ്റെ ചേച്ചിമാരും അച്ഛനമ്മമാരും അമ്മാവനുമെല്ലാം ഇടയ്ക്കിടെ വന്നു നോക്കും. ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉള്ളതുകൊണ്ടായിരിക്കും എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പ്രതികരിക്കേണ്ട എന്നല്ല. അമ്മയിലെ ഓരോ അംഗങ്ങളും പ്രതികരിക്കണം. സമൂഹത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കുന്നതാണ് ഇതെന്നും ഉർവശി പറഞ്ഞു. അന്യഭാഷയിൽ നിന്നുള്ള ഒരു നടി ആരോപണം ഉന്നയിക്കുക എന്ന് പറയുമ്പോൾ അവരെന്തായിരിക്കും അവരുടെ നാട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടാകുക? അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണിത്. ഇക്കാര്യം തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നിങ്ങനെ വ്യാപിച്ച് എവിടെ ചെന്നെത്തും എന്ന് പറയാൻ പറ്റില്ല. പാൻ ഇന്ത്യ ആശയമായതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പരാതിയുള്ള സ്ത്രീകൾ ഈ സമയത്ത് വരിക. നിങ്ങളുടെ പേരുകൾ പുറത്തു പറയില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ രംഗത്തെത്തുക ചിലപ്പോൾ പല ഭാഷകളിൽ നിന്നായിരിക്കും. സംഘടന വളരെ ശക്തമായ നിലപാടാണ് എടുക്കേണ്ടതെന്നാണ് അമ്മയുടെ ആയുഷ്കാല അംഗം എന്ന നിലയിൽ തനിക്ക് പറയാനുള്ളതെന്നും ഉർവശി വ്യക്തമാക്കി. സിദ്ദിഖിന്റെ പ്രസ്താവന ഇന്നലെ കേട്ടിരുന്നു. ഒഴുക്കൻ മട്ടിലുള്ള പ്രസ്താവനകൾ ഇനി പറയാൻ പാടില്ല. ഒരു സ്ത്രീ കമ്മീഷന് മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ അടങ്ങിയ റിപ്പോർട്ടിന് വലിയ വില കൊടുക്കണം. ആരോടെങ്കിലുമുള്ള വൈരാഗ്യം തീർക്കാനാണെങ്കിൽ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞാൽ പോരെ. അവർക്കൊപ്പം എന്നും താനുണ്ടാകും. നടി എന്ന നിലയ്ക്കുള്ള എൻ്റെ നിലപാടാണിത്. ഒരാളെയും പൊതുവേദിയിൽ കാണുന്നത് പോലെ ആയിരിക്കില്ല അയാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഒരാളുടെ മുറിയിൽ ചെല്ലുമ്പോൾ ഒരാളെയും കൂടി ഒപ്പം കൊണ്ടു ചെല്ലണം. അല്ലെങ്കിൽ അമ്മ സംഘടനയിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കണം. കൂടിയാലോചിച്ച് അമ്മയിൽ ഒരു തീരുമാനം ഉണ്ടായേ പറ്റുമെന്നും ഉർവശി വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘടനയാണ്, നിയമപരമായി അങ്ങനെയൊന്നും മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് കോടതി ഏറ്റെടുത്ത കാര്യമാണ്. ഒരു ആർട്ടിസ്റ്റിനെ അകറ്റി നിർത്താൻ അമ്മ സംഘടനയ്ക്ക് സാധിക്കുമെങ്കിൽ രക്ഷിക്കാൻ അറിയാവുന്നവരെ ശിക്ഷിക്കാവൂ എന്നും ഉർവശി കൂട്ടിച്ചേർത്തു.
ഉർവശി വ്യക്തമായ നിലപാടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒഴുക്കൻ മട്ടിലുള്ള ഒരു മറുപടിയും അമ്മ സംഘടനയിൽ നിന്ന് ഇനി ഉണ്ടാകരുത് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ തന്നെ കേരളത്തിൽ വലിയ രീതിയിൽ തീ കത്തി നിൽക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. തങ്ങളുടെ ആരാധനാപാത്രങ്ങളായിരുന്ന നടന്മാരൊക്കെ ഇത്ര നാണം കെട്ടവന്മാരാണോ എന്നുള്ള ചോദ്യം വരെ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു. അമ്മ സംഘടനയാണ് ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടത്. പ്രതികളെ എന്തിനിങ്ങനെ സംരക്ഷിക്കുന്നു? നിങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കുക.